ഇന്ന് നമുക്കൊരു വെള്ളക്കടല കൊണ്ടുള്ള കറി ആയാലോ. അതിന് വേണ്ടത് 1/4 കിലോ വെള്ളക്കടല കുതിർത്തത്, ഒരു ക്യാരറ്റ്, ഒരു സവോള, ഒരു തക്കാളി, 5 പച്ചമുളക്, 5-6 കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിയില, ഇത്ര അരിഞ്ഞ് വെക്കുക. പിന്നെ പൊടിവക എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഉപ്പുപൊടി 1 സ്പൂണ്, മല്ലിപ്പൊടി 1.5 സ്പൂണ്, മുളക് പൊടി 1/2 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 സ്പൂണ്, പെരിഞ്ജീരകത്തിൻ്റെ 1 സ്പൂണ്, പിന്നെ കരിയാപ്പില എടുത്ത് വെച്ചാൽ കടുക് വറക്കാൻ കടുക്, വറ്റൽമുളക്, ഗ്രാമ്പൂ, പട്ട. നമ്മൾ കുക്കർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഈ കുതിർത്ത് വെച്ചേക്കുന്ന ആ കടലയ്ക്ക് മൊത്തം അതിനകത്തോട്ടിട്ട് നികത്തെ വെള്ളവും ഒഴിച്ച് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ഉപ്പുപൊടിയും കൂടെ അതിനകത്തോട്ടിടുക. എന്നിട്ട് ഗ്യാസ് കത്തിച്ച് അത് കുക്കർ വെച്ച് 8 വിസിലടിക്കണം. 8 വിസിൽ അടിച്ച് അത് നീക്കി അവിടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉരുളി വെക്കാം. ഉരുളി വെച്ച് നല്ല പച്ച വെളിച്ചെണ്ണ ഉണ്ടല്ലോ അതങ്ങോട്ട് ഒഴിക്കുക. വെളിച്ചെണ്ണയൊക്കെ നല്ലതായിട്ട് വേണം, ഇത്രയും വഴറ്റുണ്ടായോ. അത് ഒഴിച്ച് കടുകും വറ്റൽമുളകും പട്ടയും ഗ്രാമ്പും ഇതെല്ലാം കൂടെ അതിനകത്തോട്ടിടുക. ഇത്രയും പൊട്ടിക്കഴിഞ്ഞിട്ടേ ആകാവൂ വെളുത്തുള്ളി ഇടാൻ. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ഇടണം ആദ്യം. എന്ന് വെച്ചാൽ വെളുത്തുള്ളി ഇടുന്നത് എന്ന് വെച്ചാൽ നല്ല ഫ്ലേവറാണ്. ഈ ഏത് കറി വെക്കുന്നതിനും വെളുത്തുള്ളി ഒന്ന് ആദ്യം വഴറ്റുന്നതിനൊന്ന് ഇട്ടേ നല്ല ആ കൂട്ടാനൊരു പ്രത്യേക രുചിയും മണമാണ്. അത് വെളുത്തുള്ളിയും കൂടെ അങ്ങ് ഇട്ട് അത് കഴിഞ്ഞിട്ടേ നമ്മൾ ഈ പച്ചമുളകും ഉള്ളിയൊക്കെ ഇടാവും. സാധാരണ എല്ലാവരും ഉള്ളിയൊക്കെ ആദ്യം ഇടത്തില്ല, ഞാനങ്ങനെ ചെയ്യത്തില്ല. ഈ വെളുത്തുള്ളി ആദ്യം ഇടുന്നത്. എന്നാലും ആ കൂട്ടാനൊരു എവിടെ നിന്നാലും ആ മണം അതിന്. ആ വെളുത്തുള്ളിയും ഇട്ട് ഇഞ്ചിയും പച്ചമുളകും സവോളയും പിന്നെ തക്കാളി ക്യാരറ്റും ഇതെല്ലാം കൂടെ അങ്ങോട്ട് ഇടുക. ഇട്ട് അത് നല്ലതായിട്ടൊന്ന് വഴറ്റണം. വഴറ്റി കഴിഞ്ഞെങ്കിലേ മറ്റുള്ള സാധനം പൊടിവൊക്കെ ഇടണ്ടായോ. ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് ഈ വെളിച്ചെണ്ണ കടന്നൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് കരിയാപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് നല്ലതായിട്ട് വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് വേണം ഈ പൊടിവക ഇട്ട് കൊടുക്കാൻ. ഈ മല്ലിപ്പൊടിയാണല്ലോ ഞാൻ പറഞ്ഞ കൂടുതലിടുന്നതെന്ന്. കാരണം കടലക്കറിക്ക് എപ്പോഴും മല്ലിപ്പൊടി ഇച്ചിരി മുമ്പോട്ട് നിൽക്കണം. മുളക് പൊടി നമ്മൾ കുറച്ചേ ഇടാവും. എന്നാലേ ഒരു കൊഴുപ്പും സ്വാദും കിട്ടത്തുള്ളൂ. പിന്നെ ഈ കടലക്കറി തന്നെ പല രീതിയിലും വെക്കാം. അത് ഇനി ഞാൻ കാണിക്കാം ഇനി. എന്നിട്ട് നമുക്ക് ഈ പൊടിവക ഓരോന്ന് ഇട്ട് കൊടുക്കാം. മുളക് പൊടി ശകലമല്ലേ, ആദ്യം മുളക് പൊടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു. പിന്നെ മല്ലിപ്പൊടി ഇടുക. മല്ലിപ്പൊടി ഇട്ട് മഞ്ഞൾപ്പൊടിയും പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി നമ്മൾ ഉപ്പുപൊടിയും കൂടെ ആദ്യം അതിനകത്ത് ഇടുന്നുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഈ പെരിഞ്ജീരകപ്പൊടിയും കൂടി ഇട്ട് അതും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റുക. വഴന്ന് കഴിയുമ്പോൾ നമ്മൾ ആ വേവിച്ച് വെച്ചേക്കുന്ന കടലയ്ക്കായി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കണം. കടലയ്ക്കായി ഇട്ട് അതും ഇട്ട് ഒന്നുകൂടെ ഒന്ന് നല്ലതായി ഇളക്കി കൊടുത്തു കഴിഞ്ഞ് ഒരു പരുവാകുമല്ലോ, കുറുകിയ പരുവാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് തേങ്ങാപ്പാൽ എടുത്ത് വെച്ചേക്കണം. 1 മുറി തേങ്ങയുടെ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും പിഴിഞ്ഞ് വെച്ചേക്കണം. അതിൽ ഈ 2-ാം പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കുക. ആ 2-ാം പാലിനകത്ത് കിടന്ന് ഈ കടലക്കറി ഒന്നുകൂടെ ഒന്ന് വെന്ത് കുറുകി കഴിഞ്ഞിട്ട് വേണം നമുക്ക് 1-ാം പാൽ പിന്നെ ഒഴിച്ചു കൊടുക്കാൻ. അതിനകത്ത് കിടന്ന് കരിയാപ്പിലയും കൂടെ ഇടയ്ക്കൊക്കെ ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്ത് ഇതൊന്ന് കുറുകി വരുന്ന സമയത്ത് വേണം നമുക്ക് 1-ാം പാൽ പിന്നെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. എന്തോ നല്ല കറിയാണെന്നറിയാം. ഇത് അപ്പത്തിനും പൂരിക്കും എല്ലാത്തിനും നല്ലത് ഈ കറി വെച്ചാൽ. ഞാൻ അങ്ങനെ വെക്കുന്നത് കാരണം ഇത് നല്ല ടേസ്റ്റാണ്. നമ്മൾ പാലപ്പത്തിനും ഒക്കെ നല്ലതാണ്. ഇത് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ ഇവിടെ എല്ലാം നല്ലതായിട്ട് വെച്ച്. ഇവിടെ ആണെങ്കിൽ ഈ മിക്കപ്പോഴും ചപ്പാത്തി ഉള്ളപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഈ കറിയാണ് വെക്കുന്നത്. ഇതെല്ലാവർക്കും ഇഷ്ടമാണ്, എനിക്ക് സത്യത്തിൽ ഇഷ്ടമല്ല. പിന്നെ നമ്മൾ ഈ 1-ാം പാലും കൂടെ ഒഴിക്കുക. ഈ 1-ാം പാലും കൂടെ ഒഴിച്ച് ഗ്യാസ് ഓഫ് ചെയ്യുക. കണ്ടോ, നല്ല സ്വാദായിരിക്കും ഈ കറി. എനിക്ക് ഈ ചുമന്ന കടലക്കറിയാണ് ഇഷ്ടം. കാരണം ഞങ്ങളുടെ കടയിൽ ഈ ചുമന്ന കടലക്കറിയെ വെക്കത്തുള്ളായിരുന്നേ. അന്നേരം ഈ ദോശയും കടലയും കൂടെ കഴിച്ച് എനിക്ക് അതിനോടാണ് ഇഷ്ടം. വെള്ളക്കടല പിന്നെ പ്രത്യേകിച്ച് എനിക്ക് മല്ലിയിലയോട് ഇഷ്ടമല്ല. ഇവർക്കൊക്കെ മല്ലിയിലയോട് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അതുകൊണ്ട് മല്ലിയില ഏറെ ഇടുന്നത്. എനിക്ക് ഈ കറിയും ഇഷ്ടമല്ല, ഇതല്ല. അതുകൊണ്ട് ഞാൻ അത്രയല്ല, ഇഷ്ടംപോലെ മല്ലിയില ഇട്ട് അത് നല്ലതായിട്ടൊന്ന് പാത്രപാകമാകണം. അത് കഴിഞ്ഞാൽ എന്തോ നല്ല സ്വാദാണെന്നറിയാം ഈ കറി കൂട്ടാൻ. എല്ലാവരും ഒന്ന് ജ്യോതിമസ് കിച്ചൻ സബ്സ്ക്രൈബ് ചെയ്യണേ, മറക്കല്ലേ.